ഇന്നെന്താ കണ്ണാടിയൊക്കെ വെച്ച് ഭയങ്കര സ്പെഷ്യലായി. അതുകൊണ്ടിട്ട് ഞാനിവിടെ ഇന്റർവ്യൂ ഒരെണ്ണത്തിന് എടുക്കാൻ വേണ്ടിട്ട് വന്നായിരുന്നു. അപ്പൊ കുറെ എണ്ണത്തിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കണ്ടായിട്ട് വന്നു. മാറ്റം വേണ്ടേ ഇവരെല്ലാം എപ്പോഴും കോസ്റ്റ്യൂം എല്ലാം മാറ്റിക്കൊണ്ടിട്ടിരിക്കും. അപ്പൊ ഞാൻ ഇട്ടോണ്ട് വന്ന കോസ്റ്റ്യൂമേ ഉള്ളൂ. പാവപ്പെട്ട അപ്പൊ സുരാജ് കണ്ണ വെക്കാൻ കൊണ്ടുവന്ന കണ്ണടയാണ്. അപ്പൊ ഇതെങ്കിലും മാറി ഇരുന്നോട്ടെ എന്നോർത്തിട്ട് പാവപ്പെട്ട ഒരു പ്രൊഡ്യൂസറാണ്, ഒരു ഷർട്ടെങ്കിലും കൊടുക്കാൻ പറ്റും. മലയാള സിനിമയിൽ പാവപ്പെട്ടവനാ ഇത്. പാവപ്പെട്ടതെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയെങ്കിലും 10 പേര് ടിക്കറ്റ് എടുത്ത് കയറട്ടെ എന്നറിയിക്കാൻ വേണ്ടിട്ടായിരിക്കും. അങ്ങനെയൊന്നുമല്ല. അപ്പം ഒരു ദിവസം ഒരു ഷർട്ട് ഇടാറുണ്ട്, അല്ലെങ്കിൽ വൈഫ് വഴക്കുറയും. എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്ന സിനിമ അങ്ങനെ വരാൻ പോവുകയാണ്. അപ്പൊ എന്താണ് എക്സ്ട്രാ ഡീസന്റ് ആയിട്ടുള്ള ഒരു റിയൽ ലൈഫിലെ പോലെ തന്നെയാണോ സിനിമയിലും? ശരിക്കും എക്സ്ട്രാ ഡീസന്റ് എന്നായിരുന്നു. ലിസ്റ്റിൻ സ്റ്റീഫനും കൂടെ ചേർന്നതിന് ശേഷം പുള്ളിക്ക് ഈ ഇഡി ഡെയിലി ഇങ്ങനെ പരിചയമുള്ളത് കൊണ്ട് അങ്ങനെ ഇഡി എന്നാക്കിയത്. ഇഷ്ടയുടെ തഗ്ഗൊന്നും പറയുന്നില്ല, കണ്ണാടി വെച്ചപ്പോ കുറച്ച് സീരിയസ് ആയിരുന്നു. ഇല്ലില്ല അല്ല, സുരാജിന്റെ വൈഫിനെ ഇവൻ കണ്ടപ്പോ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പം സുരാജിന്റെ ഒരു ബയോപിക് ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങള് ഡയറക്ടർ അമീറിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബയോപിക് കിട്ടിയിട്ടുണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ അമീർ അത് കേട്ടു. അപ്പൊ അമീറിനും ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, ജനം അറിയണം ഈ ക്യാരക്ടറിനെ പറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അതെ ഇത്രയും ഡീസന്റ് ആയിട്ടുള്ള ഒരാളെ ജനം അറിയണം, അതുകൊണ്ടിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. ശരിക്കും എങ്ങനെയായിരുന്നു മാജിക് ഫ്രെയിംസ് ഈ ഒരു സിനിമയായിട്ട് ഇതിലേക്ക് എത്തിയത്? കഥ കേട്ട് സുരാജ് ഓക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ സന്തോഷം തോന്നി. വീണ്ടും അത് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ വീണ്ടും ഒരു സന്തോഷം തോന്നി. പിന്നെ അത് ലിസ്റ്റിനും കൂടെ ചേരാമെന്ന്, മാജിക് ഫ്രെയിംസ് കൂടെ ചേരാന്ന് പറഞ്ഞാൽ വീണ്ടും വലിയ സന്തോഷം, പിന്നെ ഒരു എക്സ്ട്രാ സന്തോഷം. അങ്ങനെ അവിടെ പോലെ തന്നെ ഇതിന്റെ സന്തോഷം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സന്തോഷ വാർത്ത എന്നാണ് ആദ്യം പേരും വെച്ചത്, പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ആക്കി. എങ്ങനെ സന്തോഷ വാർത്ത എന്ന് സിനിമയിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ആപ്റ്റ് എക്സ്ട്രാ ഡീസന്റ് ആണ് എന്നുള്ള രീതിയിൽ. കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പടം ഒരു വേണ്ട പോലെ അങ്ങ് ശ്രദ്ധിക്കപ്പെട്ടില്ല കൊമേഴ്ഷ്യലായിട്ട്. അതുകൊണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് ഈ കഥ സുരാജ് ഓക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഒരു സന്തോഷ വാർത്ത അത് തന്നെ. അപ്പൊ അത് തന്നെ ടൈറ്റിൽ ആക്കി. അതെ 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 എന്തോ അർത്ഥം പോലെ. ശ്യാം എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയുടെ ഭാഗമായത്? എങ്ങനെയായിരുന്നു? അതെ, ശ്യാമിന് ഈ പറഞ്ഞതുപോലെ നമുക്ക് 1-2 ഓപ്ഷൻസുകൾ നമ്മൾ വെച്ചിരുന്നു ശ്യാമിന്റെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്യാമിന് പക്ഷെ ആദ്യം വിളിച്ചത് ശ്യാമിനെ തന്നെയായിരുന്നു. ശ്യാമിന് ആ സമയത്ത് കുറച്ചുകൂടി വലിയൊരു സിനിമ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ശ്യാം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഉണ്ട് ബ്രോ, അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ, എന്തായാലും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അത് ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അഭിനന്ദോ നമ്മളൊന്നും കൂടെ വരില്ലായിരിക്കും. അവര് കുറച്ചും കൂടെ നല്ല ആർട്ടിസ്റ്റിനെ അതിന്റെ അകത്ത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചപ്പോ ഇവൻ ഡേറ്റ് മൊത്തം ഫ്രീ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, അല്ലാതെ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇതിലേക്ക് വന്നതല്ല. സന്തോഷമായിട്ടാണ് ഞാൻ പറഞ്ഞത്. സന്തോഷേട്ടാ ശ്യാം ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ സന്തോഷം പറഞ്ഞു, ആണല്ലേ വരും, അത് വരും. ചാത്തന്മാര് പറഞ്ഞതുപോലെ തന്നെ വന്ന് വിളിച്ച് ബ്രോ അത് കുറച്ച് ഇതിങ്ങനെ ഉണ്ട്. അപ്പോൾ സന്തോഷം, കാരണം ഇപ്പൊ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ളതിനപ്പുറത്ത് ആ ക്യാരക്ടർ, ഞാൻ ഈ പറഞ്ഞ ഷോർട്ട് ഫിലിം, മൂപ്പരുടെ ഷോർട്ട് ഫിലിം, എനിക്ക് പ്രേമലു അത്രയും വർക്കായ ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞത് അതിനപ്പുറത്ത് നല്ലൊരു ആക്ടറെ അഡ്രസ് ചെയ്തിട്ടുള്ളതും ഷോർട്ട് ഫിലിം നൈറ്റ് കോൾ എന്നുള്ള ഷോർട്ട് ഫിലിമാണ്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇത് പരിപാടി വേറെ ആണല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു. അപ്പോൾ കൈൻഡ് ഓഫ് ഈ ഒരു ക്യാരക്ടർ ഒരു വീട്ടിനകത്തുള്ള ഒരു കഥയാണല്ലോ, ഒരു വീടിനെ ചുറ്റിപ്പറ്റിയും അതിനകത്തുള്ള ഒരാളെ ചുറ്റിപ്പറ്റിയൊക്കെയുള്ള ഒരു കഥയാകുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന, നമുക്കിങ്ങനെ കുറേ കണ്ട് പരിചയമുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു മുഖമാവുക എന്നുള്ള അങ്ങനെ കുറേ ഘടകങ്ങളാണ് ശ്യാമിലേക്ക് എത്തിച്ചത്.